ഇതെൻ്റെ ഫ്രിഡ്ജ് ടൂറൊന്നും അല്ല കേട്ടോ. പക്ഷേ ഞാൻ ഒരു സംഭവം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന സംഭവങ്ങൾ മൊത്തം ചക്ക വരട്ടിയതും മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി വേവിച്ച് വെച്ച മാമ്പഴങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലോണം മാമ്പഴമുള്ള സമയങ്ങളിൽ അമ്മ വീട്ടിൽ നിന്ന് തന്നു വിട്ട മാമ്പഴമൊക്കെ ഇങ്ങനെ വേവിച്ച് ചിക്കുച്ചേട്ടൻ വരുമ്പോഴത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ചിക്കുച്ചേട്ടൻ വരുന്നതെന്ന് ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ മാമ്പഴം നമ്മൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ മാമ്പഴം വെറുതെ വേവിച്ച് വെക്കുക. അങ്ങനെ ഇതിൽ ചക്ക വരട്ടിയതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഫ്രീസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുള്ളായ ഒരു കണ്ടീഷനാണ്. അപ്പോൾ വേറെ സംഭവങ്ങളൊന്നും സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റാത്തവണ്ണം എല്ലാം ഫില്ലായിരുന്നു കേട്ടോ. ഇതിലിങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ മാങ്ങ തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മാമ്പഴം അടിച്ച് വെച്ചതുണ്ട്. അങ്ങനെ അത്രയും ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ അകത്തില്ല, അല്ല ഫ്രീസറിൻ്റെ അകത്തില്ല. അപ്പോൾ പുറത്തൊക്കെ ആരെങ്കിലും ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സീസൺ അല്ല, പക്ഷേ സംഭവം പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ചിലപ്പോൾ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നു സിപ്ലോ കവേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയും കൂടെയും സ്ഥലം കിട്ടും എന്ന് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങനെ ടിന്നുകളിലാക്കി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം സ്ഥലം പോയ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണെങ്കിലും പിന്നീട് ഇതൊന്നും കിട്ടാതിരിക്കുന്ന ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനത്തെ ഐഡിയാസ് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. Thank you.